ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെമ്മീൻ പച്ചക്കായ കറി ഉണ്ടാക്കുന്നത്. അതിന് ചെമ്മീൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ടാവും. ഇത് പിന്നെ ഒരു പച്ചക്കായ, പിന്നെ മാങ്ങ ഇട്ടിട്ടാണ് വെക്കുന്നത്. കുറച്ച് മാങ്ങ ഉണ്ട്, പിന്നെ അരവ്, പച്ചമുളക്, ഇഞ്ചി. ഇത് വറവിനുള്ളത്. പിന്നെ വേണമെങ്കിൽ പുളി കുറവാണെങ്കിൽ കുറച്ച് പുളി വയ്ക്കുക. അപ്പം ഞാൻ ആദ്യം ചെമ്മീൻ വേവിക്കാൻ വെക്കുന്നതാണ്. കുറച്ച് മഞ്ഞൾ, കുറച്ച് മതി. എന്താ വെച്ചാൽ അരവിൽ മഞ്ഞൾ ഇടുമല്ലോ, വളരെ കുറച്ച് മതി. പിന്നെ മുളക് പൊടി കുറച്ച് ഉപ്പ് ഇടുക. എന്നിട്ട് ഇത് വേവിക്കാൻ വെക്കാം. ഇതിനകത്ത് കുറച്ച് ഇഞ്ചി ചെറുതായി മുറിച്ചതും 3 പച്ചമുളക് എടുത്തിട്ട് അതും ഇടുക. ഇതിൽ മാങ്ങ ഇടുന്നുണ്ട്. ചെമ്മീൻ വേവിക്കുന്ന നേരം കൊണ്ട് ഈ പച്ചക്കായ ഒരു കുക്കറിൽ വേവിക്കാൻ വെക്കാം. അതിലൊരു പച്ചക്കായ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുക്കറിൽ ഇടുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. കുറച്ച് മുളക് പൊടി ഇടുക, കുറച്ച് ഉപ്പ്. ചെമ്മീനിലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നോക്കിയിട്ടിട്ടാൽ മതി. ഇപ്പം കുറച്ചിടുക. ഇനി ഇത് വേവട്ടെ. ചെമ്മീൻ വെന്തിട്ടുണ്ട്. ഇതിൽ ഉപ്പും പുളിയൊക്കെ നോക്കാം. എല്ലാം ഉണ്ട്, ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. ഇതിനകത്ത് അരവ് ചേർക്കണം. അതിന് അരച്ച അരവാണത്. അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് അരക്കുന്നത്. കറിയിൽ അത്ര കുറച്ചേ മുളക് പൊടി ഇട്ടു. അപ്പം വേണ്ട മുളക് ഈ അരക്കിനയിലിടാം. മീൻ കറിയോട് നല്ല എരിവ് വേണ്ടോടാണ് അരവിലിടുന്നത്. പിന്നെ ബാക്കി പോരെങ്കിലും നമുക്ക് കറിയിലേക്ക് നോക്കിയിട്ടിടാം. ഇതിപ്പോ ഞാൻ ഒന്നുകൂടി ഈ മുളക് പൊടി ഇട്ടിട്ട് അരച്ചുകൊണ്ടായിരുന്നു. ഇനി പച്ചക്കായ തോർക്കാം. മുളക് കുറവാണ്, കുറച്ചുകൂടി മുളക് പൊടി ഇടുന്നുണ്ട്. അരവ് കഴുകിയ വെള്ളം അത് ഒഴിക്കുന്നുണ്ട്. ഇനി അരവ് കലക്കാം. വെള്ളം മിക്സ് ആക്കിയിട്ട് കലക്കാം. കുടംപുളി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ വേവിക്കുന്ന സമയം കുടംപുളി ഇട്ടാൽ മതി. ഇതിപ്പോ ഇതിന് പുളിയിലുണ്ട്. ഒന്ന് തിളച്ചിട്ട് നോക്കാം. വേണമെങ്കിൽ കുറച്ച് പുളിവെള്ളം ഒഴിക്കാം. ഇതൊന്ന് തിളച്ചിട്ട് വേഗം തന്നെ ഓഫാക്കുക. കൂടുതൽ തിളയ്ക്കണ്ട. എന്നിട്ട് വറവിടുക. ഒന്ന് തിളച്ചാൽ മതി കറി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഈ കറി ഒന്ന് വറവിടണം. അരട്ടി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് കടുകിടുക. പൊട്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി, 2 കായമുളക്, കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇടാം. ഈ വറവ് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യുക.